വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. തച്ചനാട്ടുകരയിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. UDF തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് നാട്ടുകൽ ആശുപത്രിപ്പടിയിൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TS സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു പഞ്ചായത്താണ് തച്ചനാട്ടുകര പഞ്ചായത്ത്. പലപ്പോഴും പ്രശ്നം മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്നും തച്ചനാട്ടുകര പഞ്ചായത്ത് ഒറ്റപ്പാലത്തിൽ പോയപ്പോൾ നമ്മളൊക്കെ വേദനപ്പെടുത്തിയതാണ്. നിങ്ങളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റായ 2500 കൊണ്ടുപോയി പിന്നെ സുരക്ഷയും നഷ്ടപ്പെടുന്നു. ഏത് തിരഞ്ഞെടുപ്പിൻ്റെയും ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോഴും മാറാതെ 2500-നും 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് നിലനിർത്തിയിട്ടുണ്ട്. അതിനപ്പുറത്താണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇവരുടെ സാഹചര്യങ്ങൾ നമുക്ക് ഒട്ടേറെ അനുകൂലമായ ഘടകങ്ങളുണ്ട്. അതോടൊപ്പം നമ്മളെ ഭയപ്പെടുത്തുന്ന പ്രതിരോധിക്കേണ്ട ഘടകങ്ങളാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് വോട്ടർമാരുടെ ഇടയിൽ പോയി പരമാവധി പോളിംഗ് ചെയ്യാനുള്ള ദൗത്യം ബൂത്ത് കമ്മിറ്റിയുടെ ചെയർമാൻ നേതാക്കന്മാർ ഏറ്റെടുക്കണം. KPCC സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ മുഖ്യ അതിഥിയായിരുന്നു. തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P. കൃഷ്ണദാസ്, ഹംസ മാസ്റ്റർ, തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, സുരേഷ് തെങ്ങന്തോട്ടം, സാദിഖ്, മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാമൻകുട്ടി ഗുപ്തൻ, സൈനുദ്ദീൻ, മൻസൂർ അലി എന്നിവർക്കൊപ്പം മറ്റ് UDF നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. തുടർന്ന് നേതാക്കൾ പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തി. ചരിത്ര ഭൂരിപക്ഷം നൽകുന്നതിന് വേണ്ടി പ്രവർത്തകരെയും നേതാക്കന്മാരെയും സജ്ജരാക്കാൻ വേണ്ടി ഇന്ന് തച്ചനാട്ടുകരയുടെ അഭിമാനമായി ഇവിടെ നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വലിയ കരങ്ങളാൽ ഹൃദയപൂർവ്വം ഈ യോഗത്തിൽ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ സുരേഷ് തെങ്ങിത്തോട്ടം, അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറെ സ്നേഹത്തിൽ സമാരോഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉപയോഗിക്കണം. കാരണം ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ പുറത്തിറക്കാൻ മറ്റു മാർഗമില്ല. അതുവരെ ഇവിടെ മതപണ്ഡിതന്മാർ മാത്രം എത്തിയ വളരെ അനുകൂലമായ സന്ദർഭം ഉണ്ടാക്കുന്ന സാഹചര്യം. അപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് ഈ പഞ്ചായത്തിൽ ജനാധിപത്യം ആഗ്രഹിക്കുന്ന വലിയ മുന്നേറ്റമാണ്. ശക്തി നമുക്കുണ്ട്. ഇവിടെ പ്രതിപക്ഷ നിലയിൽ അല്ലെങ്കിൽ നമ്മുടെ എതിരെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ദുർബലമായ പഞ്ചായത്താണ്. ഈ കാണുന്ന നമുക്കില്ല. വലിയ സമ്പത്തിയാണ് കാണുന്നത്. ഇവിടെ വലിയോളവരാണ് കയറി വരുന്നത്. അവർക്കറിയാം എല്ലാ പാർട്ടിയുടെ പ്രവർത്തനം രണ്ടാം ഘട്ടത്തിനായി, പിന്നീട് മൂന്നാം ഘട്ടം, നാലാം ഘട്ടം, 4 ഘട്ടം വ്യക്തമാണ്. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.